ശ്രീല ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് ഫെബ്രുവരി 1977 ഭുവനേശ്വറിൽ നിന്ന് തിരിച്ച് മായാപ്പൂരിലേക്ക് വന്നു. മായാപ്പൂരിൽ വന്നപ്പം അവിടെ ഡിവോട്ടീസ് വലിയൊരു ലോങ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തായിരുന്നു. അന്ന് ആ ബിൽഡിങ് ബംഗാളിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിങ്ങാണ്. അപ്പം ശ്രീല പ്രഭുപാദിനെ അവിടുത്തെ മായാപ്പൂരിലെ 2 ഡയറക്ടേഴ്സാണുള്ളത്. ഒന്ന് ജയപ്രതാക് മഹാരാജും പിന്നെ ഭവാനന്ദ മഹാരാജും. ഇവർ രണ്ടുപേരും കൂടെ പ്രഭുപാദിനെ ആ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു. ഡെയ്റ്റി റൂമും ഗുരുകുല ആശ്രമവും എല്ലാം കാണിച്ചു. പ്രഭുപാദിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലവേഴ്സ് ആയിരുന്നു. ഗാർഡൻ പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ചെയ്തിട്ട്. പിന്നെ പ്രഭുപാദിന്റെ റൂമിലും അവർ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് ആ സമയത്ത് അങ്ങനെ കമന്റ് ചെയ്തു, ഇതാണ് ഭഗവാന്റെ റെസിപ്രൊക്കേഷൻ എന്ന് കമന്റ് ചെയ്തു. നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പം ഭഗവാൻ തിരിച്ച് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതാണ്. ഭഗവാൻ ഇത് ഒരുപാട് ഫ്ലവേഴ്സ് തന്ന് റെസിപ്രൊക്കേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. ഒരു പ്രഭുപാദ് പിന്നെ നോർമലായിട്ടുള്ള ഇത് തുടർന്നു. ഏകദേശം 11 മണിക്കാണ് പ്രഭുപാദിന് ഓയിൽ ഇട്ട് മസാജ് അത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്രഭുപാദ് വരാന്തയിൽ, ലോങ് ബിൽഡിങ്ങിന്റെ വരാന്തയിൽ നിന്നപ്പം ഒരു മാതാജി പൂക്കൾ പറിക്കുന്നത് കണ്ടു, ഓരോരോ പൂക്കൾ. അപ്പം പ്രഭുപാദ് അവിടെ ഇങ്ങനെ കമന്റ് ചെയ്തു, ദിസ് ഈസ് ടെമ്പിൾ, ഇതാണ് ക്ഷേത്രം, എല്ലാവരും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ഓരോ പൂക്കൾ പറിക്കുന്നത് വഴിയും ഓരോ വട്ടവും സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാണ് എന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ സരസ്വതി മഹാരാജ് ഇങ്ങനെ അത് ഇത് ചെയ്യുന്നുണ്ട്. പ്രഭുപാദ് ഓരോ ചെറിയ സേവനം പോലും അവരുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുമെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്ന് സരസ്വതി മഹാരാജ് പറഞ്ഞു. श्रील प्रभुपाद की जय। वंशनाम पावने दो अनंत कोटि वैष्णववृंद की जय। श्रील प्रभुपाद की जय। गुरुदेव की जय। जय।